കയ്പമംഗലത്ത് ഒരു മാസത്തോളമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കളമുറി സെന്ററിന് വടക്ക് ഭാഗത്താണ് പലയിടത്തായി പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. NH അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതായതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ നേതൃത്വത്തിൽ മറ്റ് മെമ്പർമാർ പ്രതിഷേധിച്ചത്. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, UY ഷമീർ, ജിനൂബ്, അബ്ദുൾ റഹ്മാൻ, ഷഫീഖ്, സിനാൻ തുടങ്ങിയവരാണ് പ്രതിഷേധിച്ചത്. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാത നിർമ്മാണം തടയുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു. ദിവസങ്ങളായി 2 മാസം 2 ആഴ്ചയിലധികമായിട്ടുണ്ട്. പൈപ്പ് പൊട്ടിയിട്ട് ഒരുപാട് അകലം വരെ പുഴ പോലെ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വാർഡിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ നമ്മൾ വാട്ടർ ടാങ്കർ ലോറി ഉപയോഗിച്ചുകൊണ്ട് വാർഡുകളിലേക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പോരുന്നു. ഈ സാഹചര്യത്തിൽ NHന് ഒരുപാട് ആളുകളും നാട്ടുകാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും തന്നെ NHൻ്റെ വിഭാഗത്തിൽ പറയുകയും പഞ്ചായത്ത് മൊത്തം എല്ലാവരും, എല്ലാ മെമ്പർമാരും, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് ഇതുവരേക്കും ഒരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. ഇവിടത്തോളം ഈ കളമുറിയിലെ തെക്ക് വടക്ക് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും ഏരിയ മുഴുവൻ പൊളിച്ച് പൈപ്പ് മുഴുവൻ നാമശേഷമാക്കി 1-2 ദിവസത്തിൽ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ഹൈവേയും പറഞ്ഞിട്ട് ഇപ്പം 3 ആഴ്ച കഴിഞ്ഞ് 1 മാസത്തോളം ആവാൻ പോകണം. അനങ്ങപ്പാറ നയമാണ് അവർ സ്വീകരിക്കുന്നത്. വളരെ ശക്തമായ പ്രശ്നമാണ്. ഇവിടെ ഞങ്ങൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞുകൊണ്ട് കയ്പമംഗലം പഞ്ചായത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവനാവുന്നില്ല.